സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹു അവൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സദാ നമ്മിലെല്ലാം വർഷിക്കുമാറാവട്ടെ. മുജാഹിദ് പ്രബോധക സംഘം, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിൻ്റെ അനുബന്ധ ഘടകങ്ങളും സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന തൗഹീദ് നിർഭയത്വം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രോഗ്രാമിലാണ് നമ്മളെല്ലാവരും സന്നിഹിതരായിട്ടുള്ളത്. മഗ്രിബ് നമസ്കാരത്തിന് മുമ്പ് ആധുനിക കുടുംബങ്ങളിലെ പ്രതിസന്ധികളും വെല്ലുവിളികളും അവയ്ക്കുള്ള പരിഹാരങ്ങളുമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന മറ്റൊരു വലിയ പ്രതിസന്ധിയാണ് മാനസിക പിരിമുറുക്കം അഥവാ ടെൻഷൻ എന്ന് പറയുന്നത്. പലവിധ ടെൻഷനുകൾ കൊണ്ട് വീർപ്പുമുട്ടുന്നതാണ് പല കുടുംബങ്ങളും. മാരകമായ രോഗം ബാധിച്ച് ആശുപത്രിയിൽ കിടക്കുന്ന വാപ്പയെ നോക്കി ആ വീട്ടിലെ മക്കൾ നെടുവീർപ്പിടുകയാണ്. ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്ക് സഞ്ചരിക്കാൻ വിധിക്കപ്പെട്ട ഒരുപാട് പാവങ്ങൾക്ക് അവരുടെ ജീവിതം ഒരു സങ്കടക്കടലാണ്. സാമ്പത്തിക പരാധീനതകൾ കൊണ്ട് കടം കുന്നുകൂടി പലിശ എടുത്ത് വീട് ജപ്തി ഭീഷണി നേരിടുന്ന ഒരു ഫാമിലി അവരുടേതായ ദുഃഖത്തിന്റെ കയങ്ങളിലാണ്. ഭർത്താവിന്റെ അബദ്ധസഞ്ചാരം കാരണം പല കിടപ്പുമുറിയിലെ തലയിണകളും കണ്ണീരിൽ കുതിർന്നതാണ്. ഭാര്യ ചാടിപ്പോകുമോ എന്ന് പേടിച്ച് പറക്കമുറ്റാത്ത മക്കളെ ചേർത്ത് പിടിച്ച ഭർത്താവ് തീരാ ദുഃഖത്തിന്റെ കയത്തിലാണ്. മക്കളുടെ വഴിവിട്ട പോക്കും വഴികെട്ട ജീവിതവും കാരണം പല ഉമ്മമാരും ഉപ്പമാരും ജീവിതത്തിൻ്റെതായ ടെൻഷനുകളിലാണ്. മാനസിക പിരിമുറുക്കം ബാധിച്ച് ആരോട് പറയണം, എവിടെ ഇറക്കി വെക്കണമെന്നറിയാതെ വീട്ടിലെ ഓരോ അംഗങ്ങളും അവരവരുടേതായ ടെൻഷനുകളിലാണ്. വാപ്പാക്ക് വാപ്പാൻ്റെതായ ഒരുപാട് ടെൻഷനുണ്ട്. ഉമ്മയുടെ ടെൻഷൻ, ഭാര്യയുടെ ടെൻഷൻ, ഭർത്താവിൻ്റെ ടെൻഷൻ, മക്കൾക്ക് ടെൻഷൻ. ഇങ്ങനെ ഒരു മാനസികമായ പിരിമുറുക്കം കൊണ്ട് പ്രയാസപ്പെടുന്നൊരവസ്ഥ പല വീടകങ്ങളിലുമുണ്ട്. പല കാരണങ്ങളാലാണ് ഈ പ്രയാസങ്ങളൊക്കെ പലപ്പോഴും അനുഭവിക്കേണ്ടി വരുന്നത്. സംഘർഷം കാരണത്താൽ പലർക്കും അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പലരും മാനസിക പിരിമുറുക്കം കൊണ്ട് ഷുഗർ രോഗം ബാധിച്ച് പ്രഷർ അടിച്ചു കയറി പലവിധ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് മൈഗ്രെയിൻ കൊണ്ട് ഒക്കെ പ്രയാസപ്പെടുന്ന ഒരു വേള മാനസിക രോഗത്തിലേക്ക് വരെ ഇത്തരം അവസ്ഥകൾ മനുഷ്യരെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. പല ടെൻഷനുകളും നമ്മളായി വരുത്തി വെച്ചതാണ്. നമുക്കറിയാം, വീട് വെക്കണമെന്നത് സത്യമാണ്, പക്ഷെ പലിശ എടുക്കാൻ പാടില്ല എന്നത് മറ്റൊരു സത്യമാണ്. എല്ലാവരും പലിശ കൊണ്ട് വീട് വെക്കുമ്പോൾ, എല്ലാവരും പലിശക്കെടുത്ത് വാഹനം വാങ്ങുമ്പോൾ, ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും സാമ്പത്തികമായി പലിശയെ ആശ്രയിക്കുന്നവർ പിന്നീട് അത് കറക്റ്റിന് അടക്കാൻ കഴിയാത്ത വിധം പ്രയാസപ്പെട്ട് പിന്നീട് പലിശ കുന്നുകൂടി
വീട് ജപ്തി ഭീഷണിയിലേക്ക് എത്തുവാനുള്ള കാരണം സാമ്പത്തിക തിന്മയാകുന്ന പലിശ തന്നെയാണ്. തനിക്കുള്ളത് കൊണ്ട് നിനക്ക് നിന്റെ റബ്ബ് എന്താണോ സാമ്പത്തികമായ ഉപജീവനമായി നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത് അതിൽ നീ തൃപ്തിപ്പെട്ടു ജീവിക്കണം എന്ന് പറഞ്ഞിട്ടും സാമ്പത്തികമായി പലപ്പോഴും ഇത്തരം അള്ളാഹു വിലക്കിയ പാപങ്ങളെ ആശ്രയിക്കുന്ന ആളുകൾ പിന്നീട് ദുഃഖത്തിലാണ്, പിരിമുറുക്കത്തിലാണ്, മാനസിക സമ്മർദ്ദത്തിലാണ്. ആരോടെങ്കിലുമൊക്കെ പ്രണയത്തിൽ ചെന്നുപെട്ട് പിന്നീട് കരകയറാൻ കഴിയാത്ത വിധം അപമാനം പേറി ഒരുപക്ഷെ ഗർഭിണികളായി നാട്ടിൽ ചീത്തപ്പേര് സമ്പാദിച്ച് ജീവിക്കുന്നവരും ഇതുപോലെയുള്ള പിരിമുറുക്കത്തിലാണ്. അരുതേ എന്ന പിതാവിൻ്റെ ശാസന അവർക്ക് പ്രശ്നമല്ല, ഉമ്മയുടെ കണ്ണീര് അവർക്ക് പ്രശ്നമല്ല. എടുത്തുചാടി പല തിന്മകളിലും ചെന്നുപെട്ട് പിന്നീട് ആത്മഹത്യ ചെയ്യുകയോ നാട് വിട്ടു പോവുകയോ അല്ലെങ്കിൽ അതുപോലെയുള്ള കൊലക്കത്തിക്ക് ഇരയാവുകയോ ചെയ്യുന്നു എന്നുള്ളിടത്ത് പല ഈ പ്രശ്നങ്ങളും ചിലർ ഇരന്നു വാങ്ങിയത് തന്നെയാണ്. അങ്ങനെ എന്തെല്ലാമൊക്കെയോ ജീവിതത്തിന്റെ നെരിപ്പോടുകളും പ്രശ്നങ്ങളുമായി ജീവിക്കുമ്പോൾ പലതും നമ്മുടെ കൈകളാൽ വന്നു ചേരുന്നതാണ് എന്ന് വരുമ്പോൾ യാതൊരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെയോ തൻ്റെ കുടുംബത്തെയോ തൻ്റെ മക്കളെയോ തൻ്റെ ഭൗതിക ജീവിതത്തെയോ തൻ്റെ മതത്തെയോ തൻ്റെ പരലോകത്തെയോ ഒരു നിലക്കും ബാധിക്കാത്ത വിഷയങ്ങളിൽ ചെന്നുപോയി തലയിട്ട് അവിടുത്തെ പ്രശ്നങ്ങളിൽ ചെന്ന് അഭിപ്രായം പറഞ്ഞ് പിന്നീട് അത് വഴക്കായി വക്കാണങ്ങളായി സ്വയം ഇരന്നു വാങ്ങുന്നതാണ് പല ജീവിത പ്രശ്നങ്ങളുമൊക്കെ. ആവശ്യമില്ലാത്തതിൽ പോയി തലയിടരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി. തനിക്ക് യാതൊരു നിലക്കും ഇടപെടേണ്ടതില്ലാത്ത കാര്യങ്ങളിൽ പോയി തലയിടാതിരിക്കുക എന്നത് ഒരു വിശ്വാസിക്ക് ഇസ്ലാമികമായി ഏറ്റവും നല്ല കാര്യങ്ങളിൽ പെട്ടതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പക്ഷെ ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് തലയിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ കുടുംബ ജീവിതങ്ങളിലേക്ക് അടക്കം കൊണ്ടുവന്ന് പിന്നീട് അത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രയാസപ്പെടുന്ന അവസ്ഥകൾ നമുക്കുണ്ട്. ഇത്തരം പരീക്ഷണങ്ങളൊക്കെ പല വിധത്തിലും മനുഷ്യരെ തേടി വരും എന്നത് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതാണ്. വലക്കും ഫിൽ ഖൈരി വശർരി ഫിത്ന. നന്മ കൊണ്ടും തിന്മ കൊണ്ടും നിങ്ങൾക്ക് പലവിധ പരീക്ഷണങ്ങളും ഉണ്ട് എന്നതാണ്. ഭയം കൊണ്ട് പരീക്ഷണമുണ്ട്, പട്ടിണി കൊണ്ട് പരീക്ഷണമുണ്ട്, ശാരീരിക വൈകല്യങ്ങൾ കൊണ്ട് പരീക്ഷണമുണ്ട്, ജീവിതത്തിൽ പല പരിമിതികൾ കൊണ്ട് പരീക്ഷണങ്ങളുണ്ട്. ഒരു പക്ഷേ ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും പ്രളയം കൊണ്ടും മനുഷ്യർക്ക് പരീക്ഷണങ്ങളുണ്ട്. മഹാമാരികളും പകർച്ചവ്യാധികളും വന്ന് മനുഷ്യ ജീവിതം സ്തംഭിക്കുന്ന അവസ്ഥകളുണ്ട്. നമുക്കറിയാലോ, കഴിഞ്ഞ കൊറോണ 50 ലക്ഷത്തിലധികം വരുന്ന മനുഷ്യരാണ് സോപ്പ് കൊണ്ട് കഴുകിക്കളഞ്ഞാൽ നശിച്ചു പോകുന്ന ഒരു സൂക്ഷ്മ ജീവിയെ കൊണ്ട് മരിച്ചു വീണത്. മഹാബുദ്ധിജീവികളും അതിശക്തരും എന്ന് അവകാശപ്പെടുന്ന മനുഷ്യർ ഒരു കൊറോണ കൊണ്ട് 50 ലക്ഷം മനുഷ്യർ മരിച്ചു വീഴണമെങ്കിൽ അത്തരം പരീക്ഷണങ്ങൾ നമുക്കുണ്ടാവും. അങ്ങനെ എന്തെല്ലാം പരീക്ഷണങ്ങളിലൂടെ മനുഷ്യ ജീവിതങ്ങൾ കടന്നു പോകുന്നു. ലോകത്തിന്റെ ഏതോ മൂലയിൽ നടക്കുന്ന യുദ്ധം കാരണത്താൽ നമ്മുടെ അടുക്കള പ്രയാസപ്പെടുകയാണ്, ഹോട്ടലുകൾ അടച്ചുപൂട്ടുകയാണ്. അത്രത്തോളം ജീവിതം ദുർഘടമാകുന്ന അവസ്ഥയിലേക്ക് പരീക്ഷിക്കപ്പെടുകയാണ്. ഈ പറയുന്ന ഇന്ധന ക്ഷാമം കൊണ്ട്, ഗ്യാസിന്റെ ക്ഷാമം കൊണ്ട്, വെള്ളത്തിന്റെ ക്ഷാമം കൊണ്ട്, അടിസ്ഥാന അവശ്യ വസ്തുക്കളുടെ ക്ഷാമം കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ പല വിധത്തിലും വലിഞ്ഞു മുറുക്കപ്പെടും എന്നത് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ച ഒരു വസ്തുത തന്നെയാണ്. ക്ഷാമം വന്ന് വരൾച്ച ബാധിച്ച് മഴ കിട്ടാതെ, കിണറിൽ വെള്ളമില്ലാതെ, ജലാശയങ്ങൾ വറ്റി വരണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെടുമെന്നത് ഖുർആനിന്റെയും ഹദീസിന്റെയും അധ്യാപനങ്ങളാണ്. എല്ലാ കാലഘട്ടത്തിലും ഒരേപോലെ മനുഷ്യർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷെ അത്തരം സാഹചര്യങ്ങളിൽ പടച്ച റബ്ബ് എന്തു വിധിച്ചാലും, നമുക്കറിയാലോ, കഴിഞ്ഞ
വയനാടുണ്ടായ ഉരുൾപൊട്ടലിലും മലവെള്ളപ്പാച്ചിലും ചൂരൽമലയിലെ ഒരുപാട് മനുഷ്യർ ഒരു ദിവസം കിടന്നുറങ്ങി സ്വപ്നം കണ്ടവർ പിന്നീട് ഭൂമി ലോകത്തില്ല. അവരുടെ ശരീരഭാഗങ്ങൾ ചിതറിത്തെറിച്ച് മണ്ണിനടിയിൽ ശ്വാസം പിടഞ്ഞ് തിരിച്ചു കിട്ടാൻ കഴിയാതെ ചാലിയാറിലൂടെ ഒഴുകി നടക്കുന്ന മനുഷ്യന്റെ അസ്ഥിപഞ്ജരങ്ങളെ നമുക്ക് കാണേണ്ടി വന്നു. അത്രമേൽ ദുർബലരാണ് നമ്മൾ മനുഷ്യർ. അത്തരം പരീക്ഷണങ്ങളൊക്കെ കുടുംബ ജീവിതങ്ങളിലാവട്ടെ ഉണ്ടാകും. പലവിധ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോവേണ്ടി വരും. അവിടെയൊക്കെ ഇസ്ലാം നിർഭയത്വത്തിന്റെയും സുരക്ഷയുടെയും അധ്യാപനങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട്. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. പടച്ച റബ്ബേ, പിടിച്ചു വെക്കാൻ കഴിയാത്ത മനോവ്യഥകളും മാനസിക വിഭ്രാന്തികളും ദുഃഖങ്ങളും കൊണ്ട് ഞങ്ങൾ പ്രയാസപ്പെടുമ്പോൾ ഞങ്ങൾ അതിൽ നിന്നോട് കാവല് തേടുകയാണ് അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്ക് പല ദുഃഖങ്ങളുമുണ്ട്, ആ ദുഃഖങ്ങളിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണേ അല്ലാഹ്. ഇങ്ങനെ പടച്ചവനോട് ദുഃഖങ്ങൾ വരിഞ്ഞു മുറുകുമ്പോൾ നടത്താനുള്ള എത്രയെത്ര പ്രാർത്ഥനകൾ നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നൻ നബിയ യജ്മഅ അഹ്ല ബൈതിഹി, തന്റെ ഭാര്യമാരെയും സന്താനങ്ങളെയും മക്കളെയും വീട്ടുകളിലെ കൂട്ടുകുടുംബത്തെയും ഒക്കെ വിളിച്ചു ചേർത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇദാ അസ്വാബകും ഹമ്മുൻ വഗമ്മുൻ ഔ കർബുൻ, എന്തെങ്കിലും ഒരു ദുരിതം നിങ്ങളെ തേടി വന്നാൽ, നിങ്ങളുടെ കുടുംബത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തുന്ന ദുഃഖങ്ങൾ നിങ്ങളെ പിടികൂടിയാൽ നിങ്ങൾ ഇങ്ങനെ പറയണം, അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈഅ. അല്ലാഹുവേ, അല്ലാഹുവേ, പ്രപഞ്ചം പടച്ചവനെ, ഞങ്ങളുടെ സംരക്ഷകനെ, നീയാണ് ഞങ്ങളുടെ റബ്ബ്, നീയാണ് ഞങ്ങളുടെ രക്ഷകൻ, നീയാണ് ഞങ്ങളുടെ പരിപാലകൻ. അതുകൊണ്ട് പടച്ചവനെ, നീയല്ലാത്ത ഒരു ആരാധനക്കർഹനില്ല. ഞങ്ങളുടെ ദുഃഖം നീങ്ങിക്കിട്ടാൻ പടച്ച റബ്ബിന്റെ ഏകത്വത്തെ വിളിച്ചു പറഞ്ഞ്, പടച്ച റബ്ബിന്റെ സുരക്ഷയുടെ ആ നാമത്തെ വിളിച്ചു പറഞ്ഞ്, അല്ലാഹ് എന്ന നാമം മനുഷ്യർക്ക് ദുരിതങ്ങൾ നീക്കിത്തരുന്ന നാമമാണ്. ആ നാമം ഉരുവിട്ടാൽ നിങ്ങളുടെ ദുഃഖം അത് അലിഞ്ഞില്ലാതെയാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടിമകളെ ഉടമയുമായി ബന്ധിപ്പിക്കുന്ന കയറിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അങ്ങനെ എത്ര പ്രാർത്ഥനകൾ, ഏത് ദുഃഖം വന്നാലും ഒന്നുകിൽ നിങ്ങൾ ക്ഷമിക്കണം, രണ്ട്, പടച്ച റബ്ബിന്റെ പരീക്ഷണങ്ങളിലും അവന്റെ വിധിയിലും നിങ്ങൾ ക്ഷമിക്കുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും പടച്ച റബ്ബിന്റെ വിധിയെ തൃപ്തിപ്പെടുകയും അവൻ തന്ന വിധിയിൽ പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്യണമെന്നതാണ്. മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ ഗമ്മിൻ ഹത്താ ശൗകത യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായ. ഒരു സത്യവിശ്വാസിക്ക് അവന്റെ ജീവിതത്തിൽ അവനെ തഴുകി തലോടി കടന്നു വരുന്ന ദുഃഖങ്ങളാവട്ടെ, രോഗങ്ങളാവട്ടെ, വേദനകളാവട്ടെ, യാതനകളാവട്ടെ, ഒരു മുള്ളുകുത്തിയാൽ അനുഭവിക്കുന്ന വേദനയിൽ പോലും അവന്റെ പാപങ്ങൾ പരിഹരിക്കപ്പെടുകയും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുന്ന അത്ഭുതകരമായ ഒരവസ്ഥയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു അടിമക്ക് അവൻ നേരിടുന്ന ഏതേത് വേദനകളിലും ക്ഷമിക്കാൻ തയ്യാറായാൽ, അതിന് പ്രതിഫലം കിട്ടണേ എന്ന് ആഗ്രഹിച്ചാൽ, അവന്റെ പരീക്ഷണങ്ങൾ മുഴുവൻ അവന് പ്രതിഫലമായി മാറുന്ന ഒരവസ്ഥയെ കുറിച്ചാണ് റസൂലുള്ള പഠിപ്പിക്കുന്നത്. ഒരു വീടിന്റെ ദുഃഖമാണ് ഒരു പൂമ്പാറ്റയെ പോലെ, ഒരു ചിത്രശലഭത്തെ പോലെ പറന്നു നടക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കൾ. അവരുടെ കൊഞ്ചലും കെഞ്ചലും നമ്മുടെ ജീവിതത്തിന്റെ വികാരങ്ങളാണ്. അവർക്ക് വേണ്ടി ജീവിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിന്റെ പല ലക്ഷ്യങ്ങളിലും പെട്ട ഒരു ലക്ഷ്യമാണ്. ആ കുഞ്ഞുമക്കളിൽപ്പെട്ട ഒരാളെ, നമ്മുടെ പ്രിയപ്പെട്ട മോളെ, നമ്മുടെ പ്രിയപ്പെട്ട മോനെ ഒരു ദിവസം അവന്റെ റൂഹ് പിടിച്ച് അവൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ, അതോടുകൂടി ഒരു ഉമ്മയുടെ ദുഃഖം ആരംഭിക്കുന്നു. ആ ഉമ്മയുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉമ്മാക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയുന്നില്ല. ഒരു വീട്ടിലെ തീരാ ദുഃഖമായി അത്തരം പരീക്ഷണങ്ങൾ മാറുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റൂഹും പിടിച്ചെത്തുന്ന മലക്കിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാദാ ഖാല അബ്ദി, അവന്റെ കരളിന്റെ കഷ്ണമായ അവന്റെ കുഞ്ഞിനെ പിടിച്ചപ്പോൾ ആ ഉപ്പയും ഉമ്മയും എന്താണ് പറഞ്ഞത്? പടച്ചവനെ, ഹമിദക, നിന്റെ വിധിയിൽ അവർ നിന്നെ സ്തുതിച്ചു, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. വസ്തർജഅ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളൊക്കെ ഞങ്ങളുടെ റബ്ബിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണ്, ആ റബ്ബിലേക്ക് ഞങ്ങൾ തിരിച്ചു പോവേണ്ടവരാണ് എന്നവർ പറഞ്ഞു. റബ്ബേ,
എന്ന് പറയുമ്പോൾ പടച്ച റബ്ബ് പറയുന്ന ഒരു വാക്കാണ് ഇബ്നു ലഹു ബൈതൻ ഫിൽ ജന്ന, അവന് സ്വർഗ്ഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു നൽകുക. വസമ്മൂഹു ബൈത്തുൽ ഹംദ്, ആ വീടിന് സ്തുതിയുടെ പേരിട്ടുകൊണ്ട് ബൈത്തുൽ ഹംദ് എന്ന് ആ വീടിന് പേരിടുക എന്നതാണ്. ഒരടിമ അവന് പടച്ച റബ്ബ് കൊടുത്ത കുഞ്ഞിനെ പിടിച്ചാൽ, ആ റബ്ബിന്റെ വിധിയിൽ ക്ഷമിച്ചാൽ അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു വീടൊരുങ്ങുന്ന പ്രതിഫലത്തെ കുറിച്ച് പഠിപ്പിക്കപ്പെടുമ്പോൾ ഏതേത് ദുഃഖങ്ങൾ ഉണ്ടായാലും അതിനെ ക്ഷമിക്കാനും സഹിക്കാനും അത് പരലോകത്തേക്ക് പ്രതിഫലമാക്കി മാറ്റാനും ഒരു വിശ്വാസിക്ക് കഴിയണമെന്നാണ് പരീക്ഷണങ്ങളിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. പലപ്പോഴും നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പല കുടുംബിനികളുടെയും കിടപ്പുമുറിയിലെ തലയിണകൾ കണ്ണീരിൽ കുതിർന്നതാണ്. അവർക്ക് അവരുടെ ഭർത്താവിനെ കുറിച്ച് പരാതികളുണ്ട്, പലവിധ സങ്കടങ്ങളുമുണ്ട്. ഒരുപാട് പ്രതിസന്ധിയിലൂടെ ഒരു ഉപ്പ പൊന്നുമോളെ ഒരു ഭർത്താവിന്റെ കൈപിടിച്ചേൽപ്പിക്കുമ്പോ ആ ഭർത്താവ് അവളെയും കൊണ്ടുവരുമ്പോ ആ വീട്ടിൽ അടിയും കുത്തുമായി ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ പല കുടുംബിനികൾക്കും അനുഭവിക്കേണ്ടി വരികയാണ്. രാവും പകലും കണ്ണീര് കുടിക്കാൻ ഒരടിമയെ പോലെ ഒരു വീടകത്തിൽ വേദന സഹിച്ചു കളയുകയാണ്. അവിടെ നിന്ന് പുറത്തിറങ്ങാനോ പരാതിപ്പെടാനോ കഴിയാത്ത വിധം പല വീട്ടിലെ കുടുംബിനികളും മാനസിക പിരിമുറുക്കം കൊണ്ട് കണ്ണീര് വാർത്ത് മരണം വരെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത്തരം ദുഃഖങ്ങളൊക്കെ ഒരു തൊട്ടാവാടി മുള്ളുകുത്തുന്ന ലാഘവത്വത്തോടു കൂടി കാണാൻ ഒരു പെണ്ണിന് കഴിയുന്ന മതത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. മരണം എന്ന സത്യത്തെ അഭിമുഖീകരിക്കേണ്ട ഒരു പെണ്ണിന്, ഖബർ എന്ന ശിക്ഷയുടെ വീടിന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പെണ്ണിന്, അതിനുമപ്പുറത്ത് പരലോകമെന്ന യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പെണ്ണിന്, ഉടുതുണി പോലുമില്ലാതെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്ന ഒരു പെണ്ണിന്, സിറാത്ത് എന്ന് പറയുന്ന നരകത്തിന്റെ കുറുകയുള്ള പാലം മുറിച്ചു കിടക്കുക എന്ന പ്രതിസന്ധി അനുഭവിക്കേണ്ടി വരുന്ന ഒരു പെണ്ണിന്, പടച്ച റബ്ബിന്റെ വിചാരണ കൂട്ടിൽ നിന്ന് ചെയ്തു കൂട്ടിയ കർമ്മങ്ങളെ കുറിച്ച് ഓർത്ത് കരയേണ്ടി വരുന്ന, വിചാരണയ്ക്ക് വിധേയമായി വേണ്ടി വരുന്ന ഒരു പെണ്ണിന്, ഒരു ഭർത്താവിന്റെ കേവല ഉപദ്രവങ്ങളിൽ ഒരു ജീവിതത്തെ ഹോമിക്കാൻ കഴിയില്ല എന്ന ശക്തമായ മനക്കരുത്താണ് ഇസ്ലാം ഒരു പെണ്ണിന്, ദുഃഖം അനുഭവിക്കുന്ന ഒരു സഹോദരിക്ക്, സഹോദരന് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്ത് പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാലും അതിൽ ക്ഷമിക്കാനും സഹിക്കാനും ഇസ്ലാമികമായ പരിഹാരങ്ങളെ ആശ്രയിക്കാനും അതിനുമപ്പുറത്ത് പരീക്ഷണങ്ങളിൽ പ്രതിഫലം ആഗ്രഹിക്കാനും പാപമോചനമാക്കി അത് മാറ്റാനും കുടുംബങ്ങളിൽ നമുക്ക് കഴിയണമെന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഞാനൊരിക്കലും എൻ്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പടച്ചവന്റെ കോടതിയിൽ ഒരു പ്രതിയാവില്ല. പലപ്പോഴും നമുക്കറിയാലോ, നമ്മുടെ വീട്ടിൽ ഒരു വാപ്പ, പല വാപ്പമാരും പരാജയപ്പെട്ടവരാണ്. ഉപ്പയെന്ന ജീവിതത്തിന്റെ ധർമ്മത്തിൽ തോറ്റുപോയ ഉപ്പമാരെ നമുക്ക് കാണാം. വീട് പരിപാലിക്കുന്നിടത്ത്, മക്കളെ പരിപാലിക്കുന്നിടത്ത്, വീടിനെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത്, കൂടപ്പിറപ്പുകൾക്കിടയിൽ ഐക്യവും സാഹോദര്യവും നിലനിർത്തുന്നിടത്ത്, ഒരു വീടിന് ശാന്തി നിലയമാക്കി മാറ്റുന്നിടത്ത് പല ഉപ്പമാരും തോൽവിയാണ്, പരാജയമാണ്. പല ഭർത്താക്കന്മാരും വഞ്ചനയാണ് അവരുടെ മുഖമുദ്ര. വീട്ടിൽ ഭാര്യയെ വഞ്ചിക്കുന്നു, മക്കളെ വഞ്ചിക്കുന്നു, വീടിനെ വഞ്ചിക്കുന്നു. വീട്ടിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടി അത്തരത്തിൽ നിരുത്തരവാദപരമായി ജീവിക്കുന്ന പല ഭർത്താക്കന്മാരും ഗൃഹനാഥന്മാരും അവരുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയവരാണ്. ഭർത്താവിന് തനിക്ക് വേണ്ടി പകലന്തിയോളം അധ്വാനിക്കുന്ന, ആരാന്റെ ആട്ടും തുപ്പും കേൾക്കുന്ന, എന്നിട്ട് വീടിന് വേണ്ടി അധ്വാനിക്കുന്ന, വിയർപ്പൊലിച്ച് പൊലിവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന പ്രിയപ്പെട്ട പ്രാണപ്രേയസിയെ വഞ്ചിക്കുന്ന ഭാര്യമാരുണ്ട്. കിടപ്പുമുറിയിൽ കണ്ട പുരുഷന്മാർക്ക് വേണ്ടി വിരിപ്പ് വിരിക്കുന്നവരുണ്ട്. ഇങ്ങനെ കുടുംബ ജീവിതത്തിൽ പ്രയാസങ്ങൾ സൃഷ്ടിച്ച് ചതിയും വഞ്ചനയും കൊണ്ട് കുടുംബ ജീവിതത്തെ പ്രയാസകരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നവർ നമ്മുടെ നാടുകളിലുണ്ട്. ആരൊക്കെയാണോ വീടകങ്ങളിൽ പ്രതിസന്ധി സൃഷ്ടിച്ച് പ്രശ്നം സൃഷ്ടിക്കുന്നത്, അവർക്ക് അർഹിച്ച ശിക്ഷ അനുഭവിക്കാതെ ഈ ലോകം വിട്ടും പരലോകത്തും അവർ എത്തിച്ചേരുകയില്ല എന്നത് ഇസ്ലാമിന്റെ ശക്തമായ അധ്യാപനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ആധുനിക സമൂഹം അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽപ്പെട്ട ഒരു പ്രതിസന്ധി എവിടെയാണ് ഇറക്കി വെക്കുക? ഈ മാനസിക പിരിമുറുക്കങ്ങൾ, ഈ മാനസിക സമ്മർദ്ദങ്ങൾ. അതിന് ഇസ്ലാം പറഞ്ഞതാണ്, ഒരു ഭാര്യ ഭർത്താവിന്റെ തണലാണ്, തുണയാണ്. ഒരു ഭർത്താവ് ഭാര്യയുടെ തണയാണ്, തുണയാണ്. അസ്വാജ എന്നാണ്.
ലിതസ്കുനു ഇലൈഹ എന്നാണ്. ഭാര്യയും ഭർത്താവും വീട് വെച്ച് ഒരുമിച്ച് കൂടുകൂട്ടി ജീവിതം ആരംഭിക്കുമ്പോൾ അവർ എങ്ങനെ ജീവിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അസ്മാ ബിൻത് ഖാരിജ എന്നറിയപ്പെടുന്ന താബിഈയത്തായ മഹദി തന്റെ പൊന്നുമോളെ കല്യാണം കഴിച്ചയക്കുമ്പോ ആ മഹദിക്ക് നൽകുന്ന ഒരു ഉപദേശത്തിന്റെ വാക്കുകളിൽ നമുക്ക് ഇങ്ങനെ കാണാം: കൂനി ലഹു മഹദ യകുൽ ലക ഇമാദ. നീ നിന്റെ ഭർത്താവിന് സന്തോഷവും ആനന്ദവും സുഖവും നൽകുന്ന ഒരു തൊട്ടിലായി ജീവിച്ചാൽ യകുൽ ലക ഇമാദ, നിന്റെ ദുഃഖങ്ങൾ ഇറക്കി വെക്കാനും നിന്റെ സങ്കടങ്ങൾ ഇറക്കി വെക്കാനും നിനക്കൊരു താങ്ങായി തുണയായി ഒരു വടവൃക്ഷമായി നിന്റെ ഭർത്താവ് നിന്റെ കൂടെ ഉണ്ടാകുമെന്നതാണ്. ഭർത്താവിന്റെ ദുഃഖങ്ങൾ ആരുടെ മുമ്പിലാണ് ഇറക്കി വെക്കേണ്ടത്? പ്രിയപ്പെട്ട ഭാര്യയുടെ മുമ്പിലാണ്. പ്രിയപ്പെട്ട ഭാര്യയുടെ സങ്കടങ്ങൾ അവൾ ആരോടാണ് പറയേണ്ടത്? കൗൺസിലിംഗ് കേന്ദ്രങ്ങളിലല്ല, അവളെ പെറ്റുപോറ്റിയ വാപ്പയോടും ഉമ്മയോടുമല്ല. കല്യാണം കഴിച്ചു വന്ന ഒരു പെൺകുട്ടിക്ക് അവളുടെ ദുഃഖങ്ങൾ ഇറക്കി വെക്കാനുള്ള ഏറ്റവും വലിയ തണൽ മരം ഭർത്താവിന്റെ നെഞ്ചുകൂടാണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ആ ഒരു നിലവാരത്തിലേക്ക് ഒരു ഭർത്താവ് ഉയരാത്തിടത്തോളം കാലം കുടുംബപരമായ ഉത്തരവാദിത്വത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുന്നത് അയാളുടെ ജീവിതം തന്നെയാണ്. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചു, ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് ശാന്തി വേണ്ടേ, നിങ്ങൾക്ക് സമാധാനം വേണ്ടേ? നമുക്കൊക്കെ എവിടെ ചെന്നാലും തിരിച്ചു വീട്ടിലെത്തുക എന്ന് പറയുന്നത് നമ്മുടെ വല്ലാത്ത ഒരു ആശ്വാസവും കുളിർക്കാറ്റുമാണ്. ആ വീടാണ് ഇന്ന് മാനസിക ദുഃഖങ്ങളുടെ കടലായി മാറിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ സഹോദരങ്ങളെ, ഒരു വാപ്പാക്ക് ആ വാപ്പയുടെ മുന്നിൽ മക്കളുടെ ദുഃഖങ്ങളെല്ലാം ഇറക്കി വെക്കാൻ കഴിയണം. വാപ്പ എന്ന വിളിയിൽ അവരുടെ ദുഃഖങ്ങൾ അലിഞ്ഞു പോകണം. ഉമ്മ എന്ന വിളിയിൽ അവരുടെ സങ്കടങ്ങൾ നീങ്ങിപ്പോകണം. ഉമ്മാക്ക് മക്കളെ കേൾക്കാൻ കഴിയണം. പല മക്കളും ചതിക്കുഴികളിൽ ചെന്നുപെട്ടിട്ടുണ്ട്. കരകയറാൻ കഴിയാത്ത വിധത്തിലുള്ള ചതിക്കുഴികളിൽ അവരുടെ ശരീരം പരിപാവനമായി. ഒരു പെണ്ണ് തന്റെ ശരീരം ഒരു പബ്ലിക് പ്രോപ്പർട്ടി അല്ല, അതൊരു പൊതുവകയല്ല. കാമക്കഴുക കണ്ണുകളുമായി ഊരു ചുറ്റുന്ന കാമഭ്രാന്തന്മാർക്ക് കടിച്ചു കീറാനുള്ള ഒരു പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ടല്ല ഇസ്ലാം ഒരു പെണ്ണിന്റെ ശരീരത്തെ പരിഗണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല പെൺകുട്ടികളെയും അബ്യൂസിന് വിധേയമായിട്ടുണ്ട്. ആത്മഹത്യ ചെയ്ത് ഫാനിൽ തൂങ്ങിയാടുമ്പോൾ മാത്രമാണ് എന്റെ മോൾ ഇത്രയും വലിയ ഒരു ദുഃഖം പേറി നടക്കുകയായിരുന്നു എന്ന് പല ഉമ്മമാരും ഉപ്പമാരും അറിയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കുട്ടികളെ കേൾക്കാൻ, നമ്മുടെ മക്കളെ കേൾക്കാൻ, നമ്മുടെ വീട്ടിലുള്ളവരെ കേൾക്കാൻ, നമ്മുടെ ഭാര്യയെ കേൾക്കാൻ ഉള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണമെന്നത് ഇസ്ലാം പഠിപ്പിച്ച ശ്രേഷ്ഠമായ ഒരു നന്മയാണ്. ആധുനിക കുടുംബം അനുഭവിക്കുന്ന മാനസിക ദുഃഖമെന്ന പരിഹാരത്തിന്റെ ഏറ്റവും വലിയ തുരുത്ത് എന്ന് പറയുന്നത് നമ്മുടെ വീടും ആ വീട്ടിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളും തന്നെയാണ്. അതിന് വേറൊരു കൗൺസിലിംഗ് കേന്ദ്രം തേടി പോവേണ്ടതില്ലാത്ത വിധം എല്ലാവരും തണൽമരമായി മാറുന്നിടത്തേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആധുനിക കുടുംബം അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ പുതിയ കാലത്തെ പെൺകുട്ടികൾ, അതേപോലെ തന്നെ ഉള്ളവർ, നമ്മുടെ മക്കൾ കല്യാണത്തിന് തയ്യാറല്ല എന്നുള്ളത്. വിവാഹ ജീവിതത്തിന് അവർ തയ്യാറല്ല. ഞങ്ങൾക്കിപ്പോൾ വിവാഹം വേണ്ടതില്ല. പല ഉപ്പമാരും ശരീരം വളരുന്ന മക്കളെ നോക്കി നെടുവീർപ്പിടുകയാണ്. പല ഉമ്മമാർക്കും അവർ തിരിച്ചു വീട്ടിൽ സുരക്ഷിതമായി എത്തുന്നതുവരെ അവർ വഴിക്കണ്ണുമായി മക്കളെ കാത്തിരിക്കുകയാണ്. ഈ മക്കൾ ഞങ്ങൾക്കൊരുപാട് പഠിക്കണം, ഞങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കണം, എന്നിട്ട് ജോലി നേടണം, അതിലൂടെ ഞങ്ങൾക്ക് കൂലി കിട്ടണം, അങ്ങനെ ഞങ്ങൾ ജീവിക്കണം എന്ന് പറയുന്ന മക്കൾ ഒരു കുടുംബ ജീവിതത്തിലെ ഒരു പ്രശ്നമാണ്. ചിലരെങ്കിലും ചോദിക്കും, പ്രത്യേകിച്ച് ലിബറലുകളും സ്വതന്ത്രവാദികളും, എന്താ ഒരു പെൺകുട്ടി മാക്സിമം ലെവലിൽ പഠിച്ചാൽ എന്താണ് പ്രശ്നം? അവൾക്കൊരു ജോലി കിട്ടണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താണ് പ്രശ്നം? അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കുവാൻ മാത്രം പര്യാപ്തമായ ഒരു ജീവിത സ്ഥിതിയിലേക്ക് എത്തിയിട്ട് കല്യാണം മതി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം? അവിടെ ഇസ്ലാം എന്ന് പറയുന്ന ദൈവികമായ മതം പാപങ്ങൾ കടന്നു വരാനുള്ള പഴുതുകൾ അടച്ച മതമാണ്. ഒരു പെണ്ണിന്റെ ജീവിത സുരക്ഷയെ പരിഗണിച്ച മതമാണ്. ഒരു കുടുംബം എന്ന സ്ഥാപനത്വം നിലനിൽക്കാൻ അനിവാര്യമായ നിയമങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച മതമാണ്. എന്നാൽ ഇത്തരം ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഒരു പെൺകുട്ടി അങ്ങനെ തീരുമാനിക്കാൻ, അവൾക്ക് പഠിക്കുന്നതിന് ഇസ്ലാം തടസ്സമല്ല. അവളിന് അനിവാര്യ ഘട്ടങ്ങളിൽ ജോലിക്ക് പോകുന്നതിനും ഇസ്ലാം തടസ്സമല്ല. അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള സാമ്പത്തിക സ്ഥിതി
അവൾ പ്രാപിക്കുന്നു എന്നതുകൊണ്ടും ഇസ്ലാം അതിനെതിരല്ല. പക്ഷേ ഇവിടെ കുടുംബമെന്ന സ്ഥാപനം അത് നഷ്ടപ്പെട്ടു പോവുകയും ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ ചില ആളുകളുടെ ജൽപ്പനങ്ങൾ കേട്ട് ലിബറലുകളായി മാറുകയും ലിവിങ് ടുഗദർ മതി എന്ന് തീരുമാനിക്കുകയും ലെസ്ബിയൻ സെക്സിലേക്കും ഗേ സെക്സിലേക്കും അടക്കം എടുത്തെറിയപ്പെടുകയും പഠിക്കുന്ന കാലഘട്ടം അത്രയും മറ്റുള്ളവരുമായി പ്രണയിച്ചു നടക്കുകയും അങ്ങനെ പലരാലും ഉപയോഗിക്കപ്പെട്ട ഒരു ശരീരമായി മാറുകയും ചെയ്യുന്നിടത്തേക്ക് നമ്മുടെ കുട്ടികൾ എടുത്തെറിയപ്പെടുന്നു എന്ന വലിയ ഒരു സാമൂഹിക ദുരന്തം ഇതിന്റെ പിറകിലുണ്ട് എന്നത് കാണാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ പലരാലും സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ സ്വതന്ത്രവാദികൾ, യുക്തിവാദികൾ, മതനിഷേധികൾ, അതേപോലെ തന്നെ ദൈവനിഷേധികളായ ഒരു ന്യൂനപക്ഷമുണ്ട്. മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ മതത്തിന്റെ ധാർമ്മിക പരിശുദ്ധിയുള്ള ഒരു കുടുംബാന്തരീക്ഷത്തിൽ ജീവിക്കുന്ന പെൺമക്കളെയും ആൺകുട്ടികളെയും വഴിപിഴപ്പിക്കുന്ന ചില മാനസിക രോഗം ബാധിച്ച ചില ആളുകൾ ഈ സമൂഹത്തിലുണ്ട് എന്നത് ഇവിടുത്തെ ഹിന്ദുക്കൾ അറിയണം, ഇവിടുത്തെ ക്രിസ്ത്യാനികൾ അറിയണം, ഇവിടുത്തെ മുസ്ലിമുകൾ അറിയണം. ഇവിടുത്തെ بسم الله الرحمن الرحيم.